ഞാനിനി എന്താണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സാമൂഹ്യ പാഠം, ഇംഗ്ലീഷിൽ ഇതിനെ സോഷ്യൽ സയൻസ് എന്ന് പറയും. സാമൂഹ്യ പാഠവും സോഷ്യൽ സയൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്ന് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാം. എന്താ? ഇന്ത്യയുടെ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ആരാണ്? ആരാണ് നിങ്ങളെ ഈ വിഡിത്തൊക്കെ പഠിപ്പിച്ചത്? ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിയല്ല, സവർക്കർ. വീർ സവർക്കർ. അപ്പൊ പറ മക്കളെ, മാഷ എന്താ പഠിപ്പിച്ചത്? ആരാ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ്? ഗാന്ധിജി എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചു സാറേ? ഗാന്ധിജി അല്ലേ? അതെ സാറേ, ഗാന്ധി തന്നെയാ. ഇതാണോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? വീർ സവർക്കർ. എങ്ങനെ? എങ്ങനെ? മക്കൾ ഇനി മിണ്ടണ്ട, മിടുക്കികളാ. ഇനി അവര് പറയട്ടെ. പറ മക്കളെ, ആരാ നമ്മുടെ രാഷ്ട്രപിതാവ്? സൂര്യ, അപ്പൊ ഒന്നുകൂടി പറ മോനെ, ആരാ നമ്മുടെ രാഷ്ട്രപിതാവ്? അത് ഗാന്ധിജി അല്ലേ? മോനെ, അതാണോ എന്നെ പഠിപ്പിച്ചത്? ആരാ നമ്മുടെ രാഷ്ട്രപിതാവ്? ഗാന്ധിജിയല്ല, വേണമെങ്കിൽ സാറേ. സാറേ ഗാന്ധിജിയല്ല, സവർക്കറാ. ഇനി മറക്കോ? വീർ സവർക്കർ. ഞാനിപ്പോൾ പഠിപ്പിച്ചു തരുന്നതാണ് ചരിത്രം. വീർ സവർക്കർ. തളരാതെ, കാലിടറാതെ, അടിപതറാതെ, തളരാതെ, കാലിടറാതെ, അടിപതറാതെ. സാറേ, സാറ് പഠിപ്പിക്കുന്നത് തെറ്റാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ്, അല്ലാതെ സവർക്കർ ഒന്നുമല്ല. ഗാന്ധിജിയാണ് ഞങ്ങളുടെ രാഷ്ട്രപിതാവ്. അവള് പറഞ്ഞ തന്നെയാ സാറ് ശരി. ഗാന്ധിജി തന്നെ ഞങ്ങളുടെ രാഷ്ട്രപിതാവ്, അല്ലാതെ സവർക്കർ അല്ല ഞങ്ങളുടെ രാഷ്ട്രപിതാവ്. ഉണ്ടാക്കുന്നതല്ല സാറേ, ചരിത്രം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് സവർക്കർ അല്ല, അത് ഗാന്ധിജിയാണ്. ചക്രം മാറി വരുന്നട, നാനാത്വം കൈകോർക്കുന്നട, ഈ തലമുറ തല താഴ്ത്തില്ലട, നീതിയിന്റെ ഒപ്പമ. കാലചക്രം മാറി വരുന്നട, നാനാത്വം കൈകോർക്കുന്നട, ഈ തലമുറ തല താഴ്ത്തില്ലട,